ജസ്റ്റ് ഡു ഇറ്റ് നൗ. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരേയൊരു നിയമം, വൺ ഗോൾഡൻ റൂൾ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ജസ്റ്റ് ഡു ഇറ്റ് നൗ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട്. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഷോർട്ട് ടൈമിൽ നോക്കുമ്പോൾ അതാണ് നമുക്ക് എളുപ്പം. കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാനായിട്ട് ഈ ഒരു തീരുമാനം നമ്മളെ പലപ്പോഴും സഹായിക്കാറുണ്ട്. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന വാക്ക് വന്നത് നാളേക്ക് മാറ്റിവെക്കുക എന്ന് അർത്ഥമുള്ള ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. പക്ഷേ അത് നമ്മൾ വെറുതെ മാറ്റിവെക്കുന്നതിന് അപ്പുറമുള്ള ഒരു സംഭവമാണ്. ഗ്രീക്കിൽ അക്രാസിയ എന്ന് പറയുന്നൊരു പദവും ഇതിൻ്റെ റൂട്ടിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ശരിയെന്നറിയാവുന്ന ഒരു കാര്യം, നമുക്ക് തന്നെ നമ്മുടെ തലച്ചോറിൽ ചെയ്യേണ്ടത് എന്നറിയാവുന്ന ഒരു കാര്യം, അതിനെതിരെ നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ഇതാണ് ശരിക്കും അലസതയുടെ റൂട്ടിൽ കിടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു കാര്യം ചെയ്യണമെന്നറിയാം, ചെയ്യേണ്ട കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയാം, പക്ഷേ എങ്കിലും നമ്മളത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഒരു നെഗോഷിയേഷനിലേക്ക്, ഒരു ഡിസ്കഷനിലേക്ക് കയറുകയാണ്. ഇന്ന് ചെയ്യണോ, നാളെ ചെയ്താൽ പോരെ, ഇതിപ്പോൾ വേഗത്തിൽ ചെയ്തിട്ടൊന്നും തീർക്കാനില്ലല്ലോ. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മളോട് തന്നെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ മൈൻഡിൻ്റെ ലേസിനെസ്സിനോട് ഫൈറ്റ് ചെയ്ത് പതുക്കെ നമ്മൾ ഗീവപ്പ് ചെയ്യുകയാണ്. ആ ഒരു ഡിസ്കഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന മൊമെൻറ്റിൽ, നമ്മളൊരു കോംപ്രമൈസിന് ഓപ്പൺ ആണെന്നുള്ള രീതിയിൽ ആ ഡിസ്കഷൻ തുടങ്ങുന്ന മൊമെൻറ്റിൽ വി ആർ ഗിവിങ് പെർമിഷൻ ടു ഫെയിൽ. ഇന്ന് ചെയ്യുക, ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് ദ ബിഗ്ഗസ്റ്റ് ഗോൾഡൻ റൂൾ ഫോർ സക്സസ്. പലപ്പോഴും മരണത്തോട് അടുക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കഴിയുന്ന മനുഷ്യർ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കുവെക്കുന്ന ഒരു വേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു റിഗ്രറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അലസരായിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നത്രയും അവർ ചെയ്തില്ല. ദേ കുഡ് ഡു സോ മച്ച് മോർ. പക്ഷേ അലസത എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം, ലേസിനെസ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം അവരെ അവരുടെ പൊട്ടൻഷ്യലിൽ എത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് നൗ, ദിസ് ഈസ് ദ ഗോൾഡൻ റൂൾ. നമ്മൾ പലപ്പോഴും പറയും, എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല, നമുക്ക് മൂഡില്ല. കോബി ബ്രയാൻ ലോകമറിയപ്പെടുന്ന ഒരു കായിക താരമാണ്, ചാമ്പ്യനാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു ദിവസം കൊണ്ടല്ല ചാമ്പ്യനായത്, അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസവും വിയർപ്പൊഴുക്കിയിട്ടാണ്. പക്ഷേ അത് പറയുന്ന അത്ര എളുപ്പമല്ല. അദ്ദേഹത്തിന് മൂഡില്ലാത്തപ്പോഴും കോർട്ടിൽ ചെല്ലുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ ഹാർഡ്. പക്ഷേ ആ വേദനയിലൂടെയാണ്, ആ സാക്രിഫൈസിലൂടെയാണ് നമ്മൾ വളരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ. ഈ ഒരു പെയിനാണ് നമ്മളെ ചാമ്പ്യൻസ് ആക്കുന്നത്. പാബ്ലോ പിക്കാസോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൺലി പുട്ട് ഓഫ് അണ്ടിൽ ടുമോറോ വാട്ട് യു ആർ വില്ലിംഗ് ടു ഡൈ ഹാവിങ് ലെഫ്റ്റ് അൺഡൺ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യണ്ട എന്ന് തോന്നലുള്ളൊരു കാര്യം, ഉറപ്പുള്ളൊരു കാര്യം മാത്രമാണ് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാവുള്ളൂ. കാരണം നിങ്ങൾ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങളിൽ 99% കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. യു ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ്. സോ നമ്മൾ ജീവിതത്തിൽ ടേക്കപ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് അവർ ഓൺ മൈൻഡ്, ഇറ്റ് ഈസ് വിത്ത് അവർ ഓൺ ലേസിനെസ്. നമ്മൾ ഓരോ ദിവസവും ആ ഒരു മൽപ്പിടുത്തം ചെയ്യാൻ റെഡിയായാൽ, ആ ഒരു യുദ്ധം ജയിക്കാൻ റെഡിയായാൽ, യു വിൽ ഗ്രോ, യു വിൽ സീ ബിഗ് ചേഞ്ചസ് ആൻഡ് ബിഗ് റിസൾട്ട്സ് ഇൻ യുവർ ലൈഫ്. നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ വിചാരിച്ചതിനപ്പുറം, നമ്മളെ കൊണ്ട് കഴിയും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസൾട്ട്സ് കാണാൻ തുടങ്ങും. വി ഹാവ് ടു ഡു ഇറ്റ് നൗ. എക്സ്ക്യൂസുകൾ പറയും നിർത്തിയിട്ട്, ചിലപ്പോൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാനുള്ള ചിന്തകൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് വി ഹാവ് ടു ഡു ഇറ്റ്. വി ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് വർക്ക്. വി ഹാവ് ടു സ്റ്റാർട്ട് മേക്കിംഗ് ഡിസിഷൻസ്. വേറെ ആരുമല്ല, പുറത്തുള്ള മറ്റൊരു കാര്യവുമല്ല നമ്മളെ പിടിച്ചു നിർത്തുന്നത്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ മനസ്സിൻ്റെ അലസതയാണ്. ഡു ഇറ്റ് നൗ, ദിസ് ഗോൾഡൻ റൂൾ. ഇതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ടത്. ഷാനോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈഫ് ഓൾവേസ് ബിഗിൻസ് വിത്ത് വൺ സ്റ്റെപ്പ് outside of your comfort zone. One step. Take that one step today. അലസതയ്ക്കെതിരെ, ലേസിനെസ്സിനെതിരെ, take that one step today.